എല്ലാവർക്കും ഫ്യൂച്ചർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. അതായത് നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് കൊടുക്കുക. ശേഷം ഒരു സ്ക്രീൻഷോട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ഇൻഷുറൻസ് സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ തംബ്ലൈനിൽ കണ്ടു കാണും, ഹോസ്പിറ്റൽ ബില്ല് എന്ന് പറയുന്നത് 42,000 രൂപയും നിങ്ങൾ അടയ്ക്കേണ്ടി വന്നത് വെറും 1 രൂപയും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു അഡ്മിഷൻ്റെ സമയത്ത്, അതുപോലെ കുഞ്ഞിനൊരു ക്ലെയിം വന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, നല്ല സർവീസൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ വീഡിയോ കണ്ട് നമ്മളെ വിശ്വസിച്ച് കുറേ പേര് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് ക്ലെയിമും കാര്യങ്ങളും ഒക്കെ കിട്ടി. അതിലൊരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മളെ വിശ്വസിച്ച് തിരുവനന്തപുരത്തു നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തൊരു വ്യക്തിയായിരുന്നു. അപ്പം ഇവർ എടുക്കുന്ന സമയത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾ ഇത്രയും ദൂരത്താണെങ്കിലും നമുക്കൊരാവശ്യം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിനൊരു ക്ലെയിമിൻ്റെ ആവശ്യം വന്നു. കുട്ടിയുടെ ഒരു പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിംസിലായിരുന്നു അഡ്മിറ്റ് ആയത്. ഏകദേശം 4 ദിവസമാണ് കിടന്നത്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബില്ലുകളെ പറ്റി അറിയാം. വെറും 4 ദിവസം കിടന്നപ്പോൾ തന്നെ ഏകദേശം 42,000 രൂപയോളം അവർക്ക് ബില്ല് വന്നു. അപ്പം അത്തരത്തിൽ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് നമ്മളെ വിളിച്ചു. എല്ലാവിധ സർവീസും കാര്യങ്ങളും സപ്പോർട്ടും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവിധ സഹായങ്ങളും അവർക്ക് വാഗ്ദാനം ചെയ്തു. അത്തരത്തിൽ അവർ ഹോസ്പിറ്റലിൽ ഏകദേശം 4 ദിവസം കിടന്നപ്പോഴത്തേക്കും അവർക്ക് വന്ന ബില്ല് എന്ന് പറയുന്നത് 42,000 രൂപയായിരുന്നു. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് നിവാബുപ്പയുടെ ആസ്പെയർ എന്ന് പറഞ്ഞ പോളിസി ആയിരുന്നു അവർക്ക് സജസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം അവരത് വെച്ചിട്ട് ക്ലെയിം ചെയ്തു. വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ക്ലെയിം അപ്രൂവലും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടി. ഞാനതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തേക്കാം. അവർ 2025, അതായത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ 26-ാം തീയതി ആയിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. 4 ദിവസത്തെ സ്റ്റേ ആയിരുന്നു. 30-ാം തീയതി അവർ ഡിസ്ചാർജ് ആയി. അവർക്ക് വന്ന ഫുൾ എമൗണ്ട് എന്ന് പറയുന്നത് 42,268 രൂപയായിരുന്നു. അതിൽ ഏകദേശം 1,268 രൂപയോളം പ്രൊവൈഡർ ഡിസ്കൗണ്ട്, അതായത് ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു ഡിസ്കൗണ്ട് ആയിട്ട് അവർക്ക് കിട്ടി. ബാലൻസ് 40,999 രൂപയായിരുന്നു അവർ അടയ്ക്കേണ്ടതായിട്ട് വന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് നിവാബുപ്പയുടെ ഇൻഷുറൻസ് വഴി ക്ലെയിം ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ഫുൾ എമൗണ്ട് 1 രൂപ മാത്രമാണ് അവർക്ക് കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വന്നത്. ബാക്കി എല്ലാ എമൗണ്ടും അവർക്ക് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ സെറ്റിൽ ചെയ്ത് കൊടുത്തു. അതും ചെറിയൊരു സമയം മാത്രമേ അതിനുവേണ്ടി എടുത്തുള്ളൂ. അവർക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടതായിട്ട് ഒന്നും തന്നെ വന്നില്ല. ഹോസ്പിറ്റലിൽ നിന്നും അവർ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നിവാബുപ്പ കമ്പനിക്ക് ഷെയർ ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് ബില്ല് സെറ്റിലാവുകയും അവർക്ക് ഹോസ്പിറ്റലിൽ വിട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. അപ്പം ഇവർ കൺസ്യൂമബിൾസിൻ്റെ കവറേജ് ആയിട്ടുള്ള സേഫ് ഗാർഡും കൂടി എടുത്തതുകൊണ്ടാണ് ഇവർക്ക് കയ്യിൽ നിന്നും 1 രൂപ പോലും ചിലവാക്കാതെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകാൻ പറ്റിയത്. അപ്പം നിങ്ങൾ കൃത്യമായ പ്ലാൻ തന്നെ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കൃത്യമായ വിവരങ്ങൾ ഏജൻറ്റുമായിട്ട് പങ്കുവെക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിൽ കൃത്യമായി തന്നെ ക്ലെയിം ലഭിക്കും. യാതൊരു തരത്തിലും ക്ലെയിം റിജക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നും എടുക്കാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും, ഓൺലൈനിൽ നിന്നൊക്കെ എടുത്തിട്ട് പിന്നീട് സർവീസിന് നോക്കുമ്പോഴത്തേക്കും ഫോൺ കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഓഫീസുകളിൽ പോയാൽ സർവീസ് കിട്ടാത്ത അവസ്ഥ. അപ്പം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒരാളെ കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്നും ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ആരാണോ അവർക്ക് വേണ്ടുള്ള കൃത്യമായ സർവീസുകളും കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ശരിയായിട്ടുള്ള ഡേറ്റ പങ്കുവെക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കറക്റ്റായിട്ട് തന്നെ ക്ലെയിം എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതും വളരെ വേഗത്തിൽ തന്നെ. അപ്പം കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് കൂടിയുണ്ട്. അവരുടെ സർവീസ് കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് സർവീസ് കൊടുത്തത് എന്ന് പറയുന്നത്, അതും കൂടി ഈ വീഡിയോയിൽ ചേർത്തേക്കാം. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൃത്യമായ പോളിസി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. എൻ്റെ പേര് നൗഫർ എന്നാണ്, തിരുവനന്തപുരം സ്വദേശം. ഞാൻ ആഷിഖ് ബ്രോയുടെ കെയർ ഓഫിലാണ് നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത്. കഴിഞ്ഞ വർഷമാണ് എടുത്തത് ഇൻഷുറൻസ്. കഴിഞ്ഞ വർഷം ലാസ്റ്റിൽ എനിക്കൊരു ക്ലെയിം ഉണ്ടായിരുന്നു. എൻ്റെ മകൾ ഹോസ്പിറ്റലിൽ ന്യൂമോണിയ ബാധിച്ച് അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഞാൻ അഡ്മിറ്റായ ഉടനെ ആഷിഖ് ബ്രോയെ അറിയിക്കുകയും പുള്ളി വേണ്ട നിർദ്ദേശങ്ങൾ തരികയും അതോടൊപ്പം തന്നെ ഇടയ്ക്കെല്ലാം വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം വിളിച്ച് കറക്റ്റ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഡിസ്ചാർജ് സമയത്ത് കാര്യങ്ങളെല്ലാം പുള്ളി തന്നെ പെട്ടെന്ന് എളുപ്പമാക്കി തന്നു. വളരെയധികം നന്ദിയുണ്ട് ആഷിഖ് ബ്രോ. വളരെ നല്ല സർവീസായിരുന്നു.